ലോകത്തെവിടെയും കാണപ്പെടാത്ത ചന്ദനപ്പള്ളി. നമസ്കാരം. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ അറിയപ്പെടുന്ന ഒന്നാണ് ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. ആഗോള തീർത്ഥാടന കേന്ദ്രം കൂടിയായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഗീവറീസേദയുടെ പെരുന്നാൾ റാസയാണ് ഇന്നലെ നടന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പൗരാണിക ആചാരങ്ങൾ നിലനിൽക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് റാസ ഏറ്റവും അറിയപ്പെടുന്ന ഒന്നാണ്. പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി 7-8 തീയതികളിലാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ പെരുന്നാൾ ആഘോഷം നടക്കുക. 8-ാം തീയതിയാണ് ചെമ്പെടുപ്പ് റാസ നടക്കുന്നത്. ചെമ്പെടുപ്പ് റാസയിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിലെത്തിയ വിശ്വാസികളുടെ ഒരു സമുദ്രമായിരുന്നു ഈ കാണുന്നത്. പള്ളിക്ക് കിഴക്കുവശത്തുള്ള തോടിന്റെ കരയിലാണ് ചെമ്പ് കൊണ്ട് വയ്ക്കുന്നത്. ഇവിടെയാണ് രാവിലെ അരിയിൽക്കർമ്മം നടക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ചെമ്പ് എടുത്തുകൊണ്ട് പള്ളിയുടെ തെക്കുഭാഗത്തുള്ള റോഡിൽ കൂടി കൽക്കുരിശ് നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്. ഹോയ് ഹോയ് എന്ന് പറയുകയും ഒപ്പം തന്നെ സഹദായുടെ കീർത്തനങ്ങളും പാടിക്കൊണ്ടാണ് വിശ്വാസികൾ ഈ ചെമ്പ് എടുത്തുകൊണ്ട് കൽക്കുരിശിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ ചെമ്പിൽ തൊടാനും ഒപ്പം തന്നെ ഇതിൽ അരിയിടാനും ധാരാളം വിശ്വാസികൾ വന്നു ചേരും. ഈ പകുതി വേയിച്ച അരി പിന്നീട് വിശ്വാസികൾക്ക് പകർത്തു നൽകും. വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ച നേർച്ചകൾ അർപ്പിക്കുന്നതിന് ഈ സമയം വിനിയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ചന്ദനപ്പള്ളി സമുദായയുടെ പുണ്യഭൂമിയാണ്. അതിന് യോഗ്യമായ തരത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചരിത്രപ്രസിദ്ധമായി നടക്കുന്ന ഒരു ആചാരമാണിത്. ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് റാസ എന്ന് പറയുന്നത് ഏറെ അറിയപ്പെടുന്ന ഒന്നുകൂടിയാണ്. വിശുദ്ധ ഗീവറീസ് സഹദായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു അപൂർവം ദേവാലയങ്ങൾ ഒന്നുകൂടിയാണ് ചന്ദനപ്പള്ളിയിലെ ഈ വലിയ പള്ളി. അതായത് ബുധനാഴ്ച വൈകുന്നേരം നടന്ന ചെമ്പെടുപ്പിൽ കർമ്മത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിശ്വാസികൾ എല്ലാവരും കൂടി ഈ ചെമ്പ് കയ്യിൽ എടുത്തുകൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ചെമ്പെടുപ്പ് റാസ. ചെമ്പിൽ തൊടാനും അതോടൊപ്പം തന്നെ ചെമ്പിൽ അരിയിട്ട് അനുഗ്രഹം പ്രാപിക്കാനുമാണ് ഭക്തജനങ്ങൾ ഏറെയും എത്തിയത്. റാസ കടന്നു വന്നപ്പോൾ നാനാജാതി മതസ്ഥർ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു. പൂക്കള്, വെറ്റില, കുരുമുളക് എന്നിവ ചെമ്പിലേക്ക് വിതറിയാണ് സ്വീകരിക്കുന്നത്. രാവിലെ 6 മണിക്കായിരുന്നു ചെമ്പിൽ അരിയിടൽ കർമ്മം നടത്തിയത്. പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന ചടങ്ങാണിത്. അങ്ങാടിക്കൽ വടക്കുള്ള പുരാതന നായർ തറവാടായ മേക്കാട് കുടുംബത്തിലെ കാരണവരാണ് എല്ലാ വർഷവും ചെമ്പിൽ ആദ്യം അരിയിടുന്നത്.
തുടർന്ന് വിശ്വാസികൾ ചെമ്പിൽ അരിയിടൽ കർമ്മം നടത്തും. പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടക സംഗമവും ഓർഡർ ഓഫ് സെന്റ് ജോർജ് സമർപ്പണവും മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തുര്യൻ കാതോലിക്ക ബാവ, കുര്യാക്കോസ് മാർ ക്ലിമിസ് വലിയ മെത്രാപ്പോലിത്ത, ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസി തോമസിനായിരുന്നു ഇത്തവണത്തെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് നൽകിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റങ്കോകുമാർ, മാത്യൂസ് മാർ തേവദോസ്യൂസ്, സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ, ജോൺസൺ കല്ലേട്ടർ കോറപ്പിസ്കോപ്പ, ഡോക്ടർ ജോർജ് വർഗീസ് കൊപ്പാറ, അനിൽ പി വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks.